വടകര മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ രാവിലെ മുതൽ ശക്തമായ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. രാവിലെ 7 മണി മുതൽ തന്നെ ബൂത്തുകളിലെല്ലാം നല്ല ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. രാവിലെ മുതൽ ഉച്ചവരെ എല്ലാ ബൂത്തുകളിലും ശക്തമായ പോളിംഗ് ആണ് നടന്നത്. ഗ്രാമപ്രദേശങ്ങളിലാണ് കൂടുതലായി പോളിംഗ് നടന്നത്. രാവിലെ 7 മണിക്ക് തന്നെ മിക്ക ബൂത്തുകളിലും വോട്ട് ചെയ്യാനായി നീണ്ട നിരയാണ് കാണപ്പെട്ടത്. വളരെ സമാധാനപരമായാണ് എല്ലാ സ്ഥലങ്ങളിലും വോട്ടിംഗ് നടന്നത്. ഉച്ചയ്ക്ക് ശേഷം മിക്ക ബൂത്തുകളിലും പോളിംഗ് വളരെ മന്ദഗതിയിലായി. പല ബൂത്തുകളിലും 5 മണിയോടെ തന്നെ പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ഇത് ഏറാമല പഞ്ചായത്തിലെ നെല്ലാച്ചേരി LP സ്കൂളിലെ ബൂത്താണ്. ഇവിടെ 2 ബൂത്തുകളുണ്ട്. രണ്ടിലും നല്ല തിരക്കാണ്. പിന്നെ സ്ത്രീകളുടെ ക്യൂ ആണ് കൂടുതലായിട്ട് കാണുന്നത്. പുരുഷന്മാർ ജോലിക്കൊക്കെ പോയതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞേ അവരെത്തുകയുള്ളൂ. എങ്കിലും നല്ല പോളിംഗ് നടക്കുന്നുണ്ട് ഇവിടെ. മാക്കൂൽ JB സ്കൂളിൽ 2 ബൂത്താണുള്ളത്. 13ാം വാർഡിൻ്റെയും 15ാം വാർഡിൻ്റെയും. കാലത്ത് 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. വളരെ സമാധാനപരമായിട്ട് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. യാതൊരുവിധ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ശരിക്ക് വൈകുന്നേരം 5:30 ആകുമ്പോൾ തന്നെ ഏകദേശം വോട്ടർമാരും വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 19ാം വാർഡിലെ വോട്ടറാണ്. ഇവിടെ രാവിലെ നല്ല തിരക്കായിരുന്നു. ഈ വാർഡിൽ ഉച്ചയാകുമ്പോഴേക്ക് തന്നെ 60% വോട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് വളരെ വേഗത്തിൽ തന്നെ തിരക്കെല്ലൊഴിഞ്ഞ് നല്ലൊരു ഇതായിരുന്നു. എൻ്റെ ബൂത്ത് 19ആണ് വാർഡ്. ഈ ബൂത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല പ്രശ്നബാധിത ബൂത്തൊന്നുമല്ല. സമാധാനപരമായിരുന്നു. പിന്നെ രാവിലെ നല്ല തിരക്കോട് കൂടി തുടങ്ങി. ഉച്ചയെ കഴിഞ്ഞ ഒരു മന്ദഗതിയിലാണ് പോയത്. വൈകുന്നേരത്തോടെ 5 മണിയോടെ ഏകദേശം വോട്ടുകളെല്ലാം രേഖപ്പെടുത്തിയതാണ് കാണുന്നത്. വൈകിട്ട് 7 മണിയോടുകൂടി തന്നെ വോട്ടിംഗ് മെഷീൻ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിത്തുടങ്ങി. വടകര നഗരസഭയിലെ 48 വാർഡുകളിലെ വോട്ടെണ്ണൽ കേന്ദ്രം വടകര ടൗൺ ഹാളിലും, തോടന്നൂർ ബ്ലോക്കിന് കീഴിലുള്ള പഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ കേന്ദ്രം വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിലും, വടകര ബ്ലോക്കിന് കീഴിലുള്ള പഞ്ചായത്തുകളിലെ വോട്ടർ കേന്ദ്രം മടപ്പള്ളി കോളേജിൽ വെച്ചുമാണ് നടക്കുന്നത്.